ആകാശവാണി. നമസ്കാരം. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 21 നടത്തിയ അഭിസംബോധനയെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. സ്വയം പര്യാപ്ത ഇന്ത്യ എന്ന ലക്ഷ്യം മുൻനിർത്തി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച GST സേവിംഗ്സ് ഫെസ്റ്റിവൽ നവരാത്രി ആഘോഷങ്ങൾക്കൊപ്പം ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പുതിയൊരു ഘട്ടത്തിനു കൂടി തുടക്കം കുറിക്കുകയാണ്. നവരാത്രിയുടെ ആദ്യ ദിനമായ സെപ്റ്റംബർ 22 മുതൽ പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യവേ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും പ്രധാനമന്ത്രി നവരാത്രി ആശംസകളും നേർന്നു. പുതിയ GST ബജറ്റ് ഉത്സവം രാജ്യവികസനത്തിന്റെ ഒരു പുതിയ ചരിത്രത്തിന് തുടക്കം കുറിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യവർഗത്തിനും യുവജനങ്ങൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് പുതിയ GST പരിഷ്കാരങ്ങളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. 22 सितंबर को सूर्योदय के साथ ही नेक्स्ट जनरेशन GST रिफॉर्म्स लागू हो जाएंगे. एक तरह से कल से देश में GST बचत उत्सव शुरू होने जा रहा है. इस GST बचत उत्सव में आपकी बचत बढ़ेगी और आप अपनी पसंद की चीजों को और ज्यादा आसानी से खरीद पाएंगे. हमारे देश के गरीब, मध्यम वर्गीय लोग, न्यू मिडिल क्लास, युवा, किसान, महिलाएं, दुकानदार, व्यापारी, उद्यमी सभी को ये बचत उत्सव का बहुत फायदा होगा. यानी त्योहारों के इस मौसम में सबका मुंह मीठा होगा. देश के हर परिवार की खुशियां बढ़ेगी. मैं देश के कोटि कोटि परिवारजनों को नेक्स्ट जनरेशन GST रिफॉर्म्स की और इस बचत उत्सव की बहुत बहुत बधाई देता हूं, शुभकामनाएं देता हूं. രാജ്യത്ത് വിവിധങ്ങളായ നികുതി വ്യവസ്ഥയിൽ കുടുങ്ങി ജനങ്ങൾ ഏറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. എന്നാൽ പുതിയ GST പരിഷ്കരണത്തിലൂടെ എല്ലാവരുടെയും ആശങ്കകൾക്ക് പരിഹാരം കാണാനായെന്നാണ് ശ്രീ മോദി വ്യക്തമാക്കുന്നത്. ഒരു രാജ്യം ഒരു നികുതി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. GSTയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന കുറവ് വരാനിരിക്കുന്ന ഉത്സവകാലത്ത് ജനങ്ങൾക്കേറെ ആശ്വാസകരമാകുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 12% GST ഏർപ്പെടുത്തിയിരുന്ന സ്ഥാനത്ത് ഇനി 99% ഉൽപ്പന്നങ്ങൾക്കും 5% നികുതി ഇളവ് ഏർപ്പെടുത്തിയതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. साथियों, रिफॉर्म एक अनवरत चलने वाली प्रक्रिया होती है. जब समय बदलता है, देश की जरूरत बदलती है, तो नेक्स्ट जनरेशन रिफॉर्म भी उतने ही आवश्यक होते हैं. इसलिए देश की वर्तमान जरूरतों और भविष्य के सपनों को देखते हुए GST के ये नए रिफॉर्म्स लागू हो रहे हैं. नए स्वरूप में मुख्य रूप से अब सिर्फ 5% और 18% के ही टैक्स स्लैब रहेंगे. इसका मतलब है रोजमर्रा के इस्तेमाल की ज्यादातर चीजें और सस्ती हो जाएगी. खाने पीने का सामान, दवाइयां, साबुन, ब्रश, पेस्ट, स्वास्थ्य और जीवन बीमा, ऐसे अनेकों सामान, अनेकों सेवाएं या तो टैक्स फ्री होगी या फिर केवल 5% टैक्स देना होगा. जिन सामानों पर पहले 12% टैक्स लगा करता था, उसमें से 99% यानी करीब 100 के निकट 99% चीजें अब 5% टैक्स के दायरे में आ गई है. പുതിയ GST നിരക്കുകൾ പ്രാബല്യത്തിൽ വന്നതോടെ മരുന്നുകളുടെ വിലയിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. മരുന്നിന്റെ വില കുറയുന്നത് സാധാരണക്കാർക്ക് ഏറെ ആശ്വാസമാകും. GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നതോടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഇതിന് അനുസൃതമായ മാറ്റങ്ങൾ വരുത്തിയതായി മരുന്ന് കട ഉടമകൾ പറയുന്നു. അപ്പോൾ നമുക്കിവിടെ GSTയിൽ കുറെ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് രാവിലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക് നമ്മളെല്ലാതും സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റമറിന് മരുന്ന് വാങ്ങുമ്പോൾ
MRP നിന്നും ആ GST ആ ഒരു ഡിഫറൻസ് കുറച്ചിട്ടുള്ള വിലക്കാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെയാണ് ബില്ല് ഓൾറെഡി ചെയ്തു വരുന്നത്. 2 സ്ലാബുകൾ എന്ന് പറയുന്നത് 28% എന്നുള്ളത് 18% ആയിട്ടുണ്ട്, 12% എന്നുള്ളത് 5% ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഓൾറെഡി നമ്മൾ ബില്ല് അടിക്കുമ്പോൾ തന്നെ നമ്മൾ ബില്ല് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. MRP വരുന്നത് 2.5 ആണെന്നുണ്ടെങ്കിൽ റേറ്റ് വരുന്നത് 2.4. അതായത് അതിന്റെ ഓരോന്നിന്റെ സ്ലാബിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 30 രൂപയുടെ സാധനം 28 അങ്ങനെയൊക്കെ റേഞ്ചിലാണ് ഇപ്പോൾ ഓൾറെഡി ബില്ല് അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. മരുന്ന് വിലയിൽ കുറവുണ്ടാകുന്നത് കുടുംബ ബജറ്റുകൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് ഉപഭോക്താവായ സരിത പറയുന്നു. നമുക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഈ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, നമ്മുടെ ബജറ്റ് ആകെ താളം തെറ്റിയൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് 2 ആഴ്ചത്തേക്ക് മേടിക്കുമ്പോൾ 500 കൂടുതലൊക്കെ വരാറുണ്ട്. ഒരാഴ്ചത്തേക്ക് മേടിച്ച് വെക്കാം. രാജ്യത്തിന്റെ വളർച്ചയിൽ സുപ്രധാന പങ്കുള്ള നിയോ മധ്യവർഗത്തിന് ആദായ നികുതി പരിഷ്കരണത്തിലൂടെ ഇതിനു മുൻപും കേന്ദ്രം ഒരു സമ്മാനം നൽകി. ചരക്ക് സേവന നികുതി പരിഷ്കരണം വഴി മധ്യവർഗത്തിന് 2.5 ലക്ഷം കോടി രൂപയുടെ നേട്ടമുണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി തന്റെ അഭിസംബോധനയിൽ വ്യക്തമാക്കുന്നത്. GST പരിഷ്കാരം പ്രാബല്യത്തിൽ വന്നതോടെ വീട്, TV, ഫ്രിഡ്ജ്, കാർ, സ്കൂട്ടർ തുടങ്ങിയവയ്ക്ക് വില കുറയും. യാത്ര ചെയ്യുന്നവർക്ക് ഹോട്ടലുകളിലെ താമസ സൗകര്യത്തിനും ചെലവ് കുറയുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ചരക്ക് സേവന നികുതിയിലെ മാറ്റങ്ങൾ ചെറിയ കാറുകളുടെ വിലയിൽ വലിയ കുറവാണുണ്ടാക്കുക. നിരക്ക് പ്രാബല്യത്തിൽ വന്നതിന് പിന്നാലെ വിലക്കുറവിൽ കാർ സ്വന്തമാക്കിയതിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് എറണാകുളത്ത് നിന്നുള്ള ഉപഭോക്താവ് വെങ്കിടേശ്വര പൈ. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും ഏകദേശം 70-നും 80-നും അടക്കി 70,000-നും 80,000-നും അടക്കി ഞങ്ങൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. അതുവേണ്ടി സന്തോഷമായിട്ട് ഇന്ന് വന്നാണ് പ്രധാനമന്ത്രി അങ്ങനെ ഒരു ഞങ്ങളെ പോലുള്ള മിഡിൽ ക്ലാസ്സിന് ഒരു ഗുണം ചെയ്തത്. വളരെ ഉപകാരം. GSTയിലെ മാറ്റം ഗുണകരമാണെന്ന് നിരവധി വ്യാപാരികളും അഭിപ്രായപ്പെട്ടു. സന്തോഷത്തോടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇത് ജനങ്ങൾക്ക് കുറച്ച് എളുപ്പമുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ജനങ്ങൾ ഇത് പർച്ചേസൊക്കെ കൂടാനാണ് സാധ്യത. ഈ വില കുറയുമ്പോൾ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യാനാണ് സാധ്യത. അപ്പം അത് ഞങ്ങളെപ്പോലത്തെ കച്ചവടക്കാർക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. 12% കൊടുത്തിരുന്ന ബാസ്ക്കറ്റൊക്കെ ഇപ്പോൾ അത് 5% ആയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വലിയ ഉപകാരമുള്ള. കിച്ചൺ ബാസ്ക്കറ്റിലാണ് ഇപ്പോൾ റേറ്റ് കുറഞ്ഞത്. വ്യാപാരികൾക്ക് പണി എളുപ്പമായി. കുറച്ച് ടാക്സിന്റെ കുറഞ്ഞു, 2-3-4 ടാക്സിന്റെ ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ 2 ആയില്ലേ. ടാക്സ് കുറഞ്ഞാൽ വിലയും കുറയും, വില കുറഞ്ഞാൽ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയും. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ അടിസ്ഥാനം MSMEകളാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അഭിസംബോധനയിൽ പറഞ്ഞു. സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾക്ക് GSTയിലെ പുതിയ മാറ്റങ്ങൾ വളരെ ഗുണകരമാണ്. MSMEകളുടെ വളർച്ച കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആത്മനിർഭരതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയെ ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ലോകോത്തര നിലവാരമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ MSMEകൾ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വിദേശ നിർമ്മിത വസ്തുക്കളുടെ ഉപയോഗം പ്രചാരത്തിലുണ്ട്. എന്നാൽ മെയ്ഡ് ഇൻ ഇന്ത്യ സ്വദേശി വസ്തുക്കൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിലൂടെ ഓരോ പൗരനും രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അതിലൂടെ രാജ്യത്തെ ഓരോ പ്രദേശവും വികസിക്കുകയും വികസിത ഭാരതം എന്ന സങ്കല്പം സാർത്ഥകമാകുകയും ചെയ്യും. GST പരിഷ്കാരങ്ങളിൽ തുടർച്ചയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. साथियों, देश की स्वतंत्रता को जैसे स्वदेशी के मंत्र से ताकत मिली, वैसे ही देश की समृद्धि को भी स्वदेशी के मंत्र से ही शक्ति मिलेगी. आज जाने अनजाने हमारी रोजमर्रा की जिंदगी में बहुत सी विदेशी चीजें जुड़ गई है, हमें पता तक नहीं है. हमारे जेब में कंघी विदेशी है कि देशी हमें पता ही नहीं है. हमें इनसे भी मुक्ति पानी होगी. हम वो सामान खरीदें जो मेड इन इंडिया हो, जिसमें हमारे देश के नौजवानों की मेहनत लगी हो, हमारे देश के बेटे बेटियों का पसीना हो. हमें हर घर को स्वदेशी का प्रतीक बनाना है, हर दुकान को स्वदेशी से सजाना है. गर्व से कहो ये स्वदेशी है, गर्व से कहो मैं स्वदेशी खरीदता हूं, मैं स्वदेशी सामान की बिक्री भी करता हूं. ये हर भारतीय का मिजाज बनना चाहिए. जब ये होगा तो भारत तेजी से विकसित होगा. मेरा आज सभी राज्य सरकारों से भी आग्रह है, आत्मनिर्भर भारत के इस अभियान के साथ
स्वदेशी के इस अभियान के साथ अपने राज्यों में मैन्युफैक्चरिंग को गति दे, पूरी ऊर्जा से, पूरे उत्साह से जुड़े, निवेश के लिए माहौल बढ़ाएं। जब केंद्र और राज्य मिलकर आगे बढ़ेंगे तो आत्मनिर्भर भारत का सपना पूरा होगा। भारत का हर राज्य विकसित होगा, भारत विकसित होगा। GST മാറ്റങ്ങളെക്കുറിച്ച് കോഴിക്കോട് ജില്ലയിലെ ചെറുകിട കച്ചവടക്കാരോട് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംവദിച്ചു. സാമ്പത്തിക രംഗത്തിന് അനിവാര്യമായ മാറ്റമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരികള് വളരെ സഹകരണത്തിലാണ്. അപ്പൊ അത് ജനങ്ങളിലെത്തണം. ഇതിന്റെ ഗുണം ജനങ്ങളിലെത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത് ഏതൊക്കെ കമ്പനികളാണ് കുറയ്ക്കാത്തത് എന്ന് അറിയിക്കണം. കാരണം ജനങ്ങളുടെ അവകാശമല്ലേ. പല കമ്പനികളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് ആൾക്കാർക്ക് മിച്ചം വെക്കാനുള്ളൊരു അവസരമാണ്, സമ്പാദിക്കാനുള്ള അവസരമാണ്. എല്ലാവരുടെയും സഹകരണമുണ്ട്, സംസ്ഥാനങ്ങളുടെ ഉണ്ട്, എല്ലാത്തിൻ്റെയും ഉണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ പർച്ചേസിങ് കപ്പാസിറ്റി കൂടും. അപ്പോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും, കൂടുതൽ പർച്ചേസ് ചെയ്യും, കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. സ്വാഭാവികമായിട്ടും ടാക്സ് കിട്ടും. അപ്പോൾ ആ കിട്ടുന്ന അവസരത്തിൽ പിന്നെ സംസ്ഥാനങ്ങളും തീർച്ചയായിട്ടും ആ കാര്യത്തിൽ തൃപ്തരാകും. ആ കാര്യം സംശയമൊന്നും. ശക്തിയുടെ പ്രതീകമായ നവരാത്രി ആഘോഷങ്ങളുടെ വേളയിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും ശക്തിയുമായ നമ്മുടെ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, സംരംഭകർ എന്നിവരും ആഘോഷിക്കപ്പെടേണ്ടതുണ്ട്. കൂടുതൽ ശക്തവും നീതിയുക്തവും സമ്പന്നവുമായ ഒരു ഇന്ത്യയെ സൃഷ്ടിക്കാനുള്ള കൂട്ടായ ഇച്ഛാശക്തിയെ ഈ GST പരിഷ്കാരങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു. GST പരിഷ്കാരങ്ങളും സ്വദേശീവത്കരണവും പ്രയോജനപ്പെടുത്തി ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ പൗരനും രാഷ്ട്രത്തിന്റെ വികസന യാത്രയിൽ പങ്കാളികളാകാം. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെപ്റ്റംബർ 21 നടത്തിയ അഭിസംബോധനയെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ അവസാനിക്കുന്നു. ഏകോപനം ലെമി G. നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് കാർത്തിക വിശ്വംഭരൻ.